മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായ വാർത്ത വളരെ ഞെട്ടലോടെയാണ് നാം കേട്ടത്. നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു വാർത്തയാണിത്. മെഡിക്കൽ കോളേജിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടായി എന്നുള്ളത്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും യു.പിയിലും ഗുജറാത്തിലുമൊക്കെ ഹോസ്പിറ്റലുകൾ തീപിടുത്തമുണ്ടാകുകയും ഒട്ടനേകം പേർ മരിക്കുകയും ചെയ്ത വാർത്ത പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ അവിടുത്തെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചും ആരോഗ്യരംഗത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഉണ്ടായ വാർത്ത നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ പല കാര്യങ്ങളിലുമുള്ള സുരക്ഷിതത്വമില്ലായ്മയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പലപ്പോഴും മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഒരു ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന പല ഉദ്യോഗസ്ഥരെയും കാണാൻ കഴിയും. എന്നാൽ മെഡിക്കൽ കോളേജിൽ വേണ്ട വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാകണം. കാരണം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ചെന്നെത്തുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ. ഇന്നത്തെ വലിയ ഭീമമായ തുക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഭീമമായ തുക ചിലവഴിക്കാൻ പലർക്കും സാധിക്കാറില്ല. അവർ ഏറ്റവും കൂടുതൽ തങ്ങളുടെ രോഗങ്ങൾ കണ്ടെത്താനും ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനും ചെന്നെത്തുന്ന മെഡിക്കൽ കോളേജിലോ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലോ ആണ് അധികവും. അത്തരം സംവിധാനങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ, ഈ ആരോഗ്യരംഗത്ത് ഉള്ളപ്പോൾ അതിൻ്റെ സുരക്ഷ കൂടി ഉറപ്പുവരുത്താൻ പലപ്പോഴും നമ്മുടെ അധികൃതർ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ഉള്ള മുൻകരുതലുകളാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. മെഡിക്കൽ കോളേജിലെ പോലുള്ള വലിയ ധാരാളം രോഗികൾ കൂട്ടത്തോടെ എത്തുന്ന ഒരിടത്ത് ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ കേരളത്തിനത് വളരെ സങ്കടമുണ്ടാക്കുന്നൊരു വാർത്ത തന്നെയാണ്. നമ്മുടെ ഈ ആരോഗ്യരംഗമൊക്കെ ഇത്രയും വളർന്നു കഴിഞ്ഞിട്ട് ഇതുപോലുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലുള്ള സുരക്ഷാ വീഴ്ചകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വളരെ കഷ്ടം തന്നെയെന്നേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഇതുപോലുള്ള വാർത്തകൾ ഇനിയും കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നല്ല നല്ല സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകട്ടെ. അതുപോലെ ആരോഗ്യരംഗത്ത് നമ്മൾ വൻ കുതിപ്പ് നടത്തുമ്പോൾ നമ്മുടെ നാടിന് നാണക്കേടുണ്ടാക്കുന്നതാണ് ഇത്തരം വാർത്തകൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്തരം വാർത്തകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കരുതലോടെ കൂടി മുന്നേറാം. കാരണം കേരളത്തിൻ്റെ നമ്മുടെ പൊതു ആരോഗ്യരംഗം മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും വെച്ച് നോക്കിയാൽ വളരെ മികച്ചതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ രോഗികൾക്ക് കിട്ടാത്ത ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ പലപ്പോഴും കേരളത്തിലെ മെഡിക്കൽ ആരോഗ്യരംഗത്ത് വളരെ കൂടുതൽ കിട്ടുന്നു എന്നത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ നമുക്ക് കരുതലോടുകൂടി കാണാം.